بسم الله الرحمن الرحيم وبكفرهم وقولهم على مريم بهتانا عظيما وقولهم إنا قتلنا المسيح عيسى ابن مريم رسول الله وما قتلوه وما صلبوه ولكن شبه لهم وإن الذين اختلفوا فيه لفي شك منه ما لهم به من علم إلا اتباع الظن رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കുകയും വിശിഷ്യ ഫലസ്തീനിൽ അടക്കം ഇന്ത്യൻ മുസ്ലിമീങ്ങളടക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതെല്ലാം നിയമപരമായ പോരാട്ടങ്ങളും പ്രതിസന്ധികളും ഉണ്ടോ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ ഏറ്റവും നല്ല പരിഹാരവും വിമോചനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പെസഹ വ്യാഴത്തിൻ്റെയും ഇംഗ്ലീഷ് ഭാഷയിൽ ഗുഡ് ഫ്രൈഡേ എന്നും അല്ലെങ്കിൽ മലയാളത്തിൽ ദുഃഖവെള്ളി എന്നും വിളിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രബലമായ മതവിശ്വാസങ്ങളിൽ സെമിറ്റിക് മതങ്ങളുടെ കൂട്ടത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഭൂമിയുടെ എല്ലാ കോണിലുമുള്ള മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ക്രൈസ്തവത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഞാനും നിങ്ങളുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും തിരിച്ചറിയാനും തുടങ്ങിയ കാലം മുതൽ ദുഃഖവെള്ളിയും ഈസ്റ്ററുമൊക്കെ പൊതു അവധിയായി, ഈസ്റ്ററിനും പെസഹ വാഴത്തിനുമൊക്കെ എന്തൊക്കെയോ സവിശേഷതകളുണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ്. ബൈബിളിൻ്റെ കാഴ്ചപ്പാടിലും വിശുദ്ധ ഖുർആനിൻ്റെ കാഴ്ചപ്പാടിലും നിന്നുകൊണ്ട് എന്താണ് നമ്മുടെ സഹോദര സമുദായ അംഗങ്ങളായ ക്രൈസ്തവ സമൂഹം ഇത്തരത്തിൽ ഈസ്റ്ററും പെസഹ വ്യാഴവും ദുഃഖവെള്ളിയുമൊക്കെ ആചരിക്കുന്നതിലൂടെ അവർ അത്തരം ആചാരാനുഷ്ഠാനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അവരെന്താണ് വിശ്വസിക്കുന്നത് എന്ന് വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ ഒരു പഠനം നാം നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ദീനുൽ ഇസ്ലാം സമഗ്രവും സമ്പൂർണവുമായ ഒരു ജീവിത പദ്ധതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് വേണ്ടി പഠിപ്പിച്ച ഈ ദർശനം അത് പൂർത്തീകരിക്കുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയിലൂടെയാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനാവുന്നതിന് മുമ്പ് ഈ ഭൂമിയിലേക്ക് നിരവധി പ്രവാചകന്മാർ കടന്നു വരികയും ആ പ്രവാചകന്മാർ അവരുടെ കാലഘട്ടത്തെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ശരീഅത്തും ദീനും അഖീദയും വിശ്വാസവും ഒക്കെ ആ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു. ഓരോ പ്രവാചകന്മാർ കടന്നു വരുമ്പോഴൊക്കെയും ആ പ്രവാചകന്മാർ അവരുടെ കാലഘട്ടത്തെ
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന കലിമത്ത് ഷഹാദയിലൂടെ മുസ്ലിമീങ്ങളായി മാറിയവരാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമെല്ലാം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പുള്ള സമൂഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന ആദമ നബിയല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നബിയാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞവരാണ് ആദം നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന നൂഹൻ നബിയുല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നതോടൊപ്പം നൂഹ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് സാക്ഷ്യം വഹിച്ചവരാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലെ ജനങ്ങൾ. അപ്പോൾ ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ശരീഅത്തിനെ അംഗീകരിക്കുകയും ആ പ്രവാചകന്മാരെ പ്രവാചകന്മാരായി നബിയായി ഉൾക്കൊള്ളുകയും ചെയ്ത സമൂഹം മുസ്ലിമീങ്ങൾ എന്ന വിളിപ്പേരിന് അവർ അർഹരാണ്. ചിലപ്പോൾ അത് അപൂർണമായിരിക്കാം, കാലഘട്ടത്തിനനുസരിച്ച് ശരീഅത്തുകളിൽ മാറ്റമുണ്ടായേക്കാം, നിയമ സംവിധാനങ്ങളിൽ മാറ്റമുണ്ടായേക്കാം. ആ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ലോകത്തുണ്ടായ സെമിറ്റിക് മതങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലേക്ക് എല്ലാ പേരുകളും ചെന്നുമുട്ടുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളായിരുന്നു ഇസ്ഹാഖ് അലൈഹിസ്സലാമയും ഇസ്മായിൽ അലൈഹിസ്സലാമയും. എന്ന് പറഞ്ഞാൽ രണ്ട് തലമുറകൾക്ക് അവിടെ തുടക്കം കുറിക്കുന്നുണ്ട്. ഇസ്ഹാഖ് അലൈഹിസ്സലാമയുടെ തലമുറയിൽ പിന്നീട് അങ്ങോട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ മകനായി വന്നു. യാക്കൂബ് നബിയുടെ മകനായി യൂസുഫ് അലൈഹിസ്സലാം വന്നു. അതേ തലമുറയിൽ ധാരാളം പ്രവാചകന്മാർ വന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയ ആയിരക്കണക്കിന് പ്രവാചകന്മാർ അങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. ആ തലമുറയിലൊക്കെയും കടന്നു വന്നിട്ടുള്ള മുഴുവൻ ജനസമൂഹങ്ങളെയും നമ്മൾ ഒറ്റ വാക്കിൽ അവരെ പേരിട്ട് വിളിക്കുക യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ മറ്റൊരു പേര് എന്ന അർത്ഥത്തിൽ ഇസ്രയേൽ, ബനു ഇസ്രയേൽ എന്ന പേരിലാണ്, ബനു ഇസ്രായേൽ എന്ന പേരിലാണ് അവരറിയപ്പെടുന്നത്. ഇസ്രായേൽ സന്തതികൾ. അപ്പോൾ ബനു ഇസ്രായേൽ എന്ന വംശത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ ശൃംഖലയിൽ അവസാനം കടന്നു വന്ന പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം ആ പരമ്പരയിലാണ് കടന്നു വന്നത്. അങ്ങനെ പ്രവാചകന്മാരൊക്കെയും കടന്നു വന്ന പ്രവാചകന്മാരൊക്കെയും പഠിപ്പിച്ച ധാരാളം പാഠങ്ങൾ അത് ആ കാലഘട്ടത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത പാതയെല്ലാം ഇസ്ലാമാണ്. ആ പ്രബോധന പാതയെ പിൻപറ്റിയവരെല്ലാം മുസ്ലിമീങ്ങളാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. എന്നാൽ ആ പരമ്പരയ്ക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറ്റൊരു മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തലമുറ, ആ തലമുറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി നിയോഗിച്ച പ്രവാചകനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തലമുറയിലേക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ ബാക്കി എല്ലാ പ്രവാചകത്വത്തിൻ്റെയും പൂർണ്ണതയാണ് അതോടുകൂടി, പ്രവാചക നിയോഗത്തോടുകൂടി, മുഹമ്മദി നിയോഗത്തോടുകൂടി യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എല്ലാ ദീനിൻ്റെയും എല്ലാ ശരീഅത്തിൻ്റെയും സമ്പൂർണത മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നൽകപ്പെട്ട ഉമ്മത്താണ് യഥാർത്ഥത്തിൽ മുഹമ്മദി ഉമ്മത്ത് അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത്. ഞാൻ പറഞ്ഞത് എല്ലാ ദീനിൻ്റെയും എല്ലാ ശരീഅത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരിലാഹുമില്ല എന്ന ഉറച്ച വിശ്വാസ സംഹിതയാണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, എല്ലാ പ്രവാചകന്മാരുടെയും കൂട്ടത്തിൽ പ്രഥമസ്ഥാനീയനായ ഒരു പ്രവാചകൻ, എന്നാൽ അതേപോലെ തന്നെ ലോകത്തറിയപ്പെടുന്ന പ്രബല മതവിശ്വാസങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ക്രൈസ്തവതയുടെ തുടക്കക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്
ഈ ശൃംഖലയിൽ കടന്നു വന്നിട്ടുള്ള മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ഈസാ നബി അലൈഹി സ്വലാമയുടെ ജനനം പോലും വലിയ അത്ഭുതമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ലോകത്ത് 3 അത്ഭുതങ്ങൾ ലോകാത്ഭുതങ്ങളായി വിലയിരുത്തപ്പെടുന്ന 3 അത്ഭുതങ്ങളുണ്ട്. 3 അത്ഭുതകരമായ ജനനങ്ങൾ. അതിൽ 3ാമത്തെ ഒരത്ഭുതമാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനനം. ആദം നബി അലൈഹിസ്സലാമയുടെ ജനനം അതാണ് അതിൽ 1ാമത്തേത്. ആദം നബിയുടെ ജനനം എന്ന് പറയുന്നത് പിതാവും മാതാവും ഇല്ലാതെ ജനിച്ച ആളാണ് ആദമെന്നാണ്. യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ഈസാ നബി അലൈഹിസ്സലാമയുടെ ജനനത്തെക്കാൾ അത്ഭുതകരമാണ് ആദം നബി അലൈഹിസ്സലാമയുടെ ജനനം എന്ന് വിശുദ്ധമായ ഖുർആൻ വിലയിരുത്തുന്നത് കാണാൻ കഴിയും. മുട്ടിയാൽ ശബ്ദം കേൾക്കുന്ന കളിമണ്ണിന്റെ സത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. കുൻ ഫയകുൻ, കുൻ എന്ന് പറഞ്ഞപ്പോൾ ആ സൃഷ്ടിപ്പ് അവിടെ പൂർണ്ണമായി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇനി ആദമിന്റെ സത്തയിൽ നിന്ന് അല്ലെങ്കിൽ ആദ്യത്തെ മനുഷ്യനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വയെ സൃഷ്ടിക്കുന്നുണ്ട്. 2ാമത്തെ അത്ഭുതം അവിടെയാണ് സംഭവിക്കുന്നത്. എന്നാൽ 3ാമത്തെ അത്ഭുതകരമായ സൃഷ്ടി എന്ന് പറയുന്നത് പിതാവില്ലാതെ ജനിക്കുന്ന മറിയം ബീവിയിലൂടെ പിതാവില്ലാതെ ജനിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പാണ്. ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകുൻ. അല്ലാഹുവിൻ്റെ അടുക്കൽ ഈസാ നബി അലൈഹിസ്സലാമയുടെ ഉപമ ആദം നബി അലൈഹിസ്സലാമയുടെ സൃഷ്ടിപ്പിന്റെ ഉപമ പോലെയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാതാവും പിതാവും ഇല്ലാതെയാണ് ജനിച്ചതെങ്കിൽ ഈസാ അലൈഹിസ്സലാം പിതാവില്ലാതെ ജനിച്ചവനാണ്. അഥവാ മറിയമിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നുണ്ട് തികഞ്ഞ മനുഷ്യരൂപത്തിൽ ഒരു മാലാഖ. ഖുർആൻ ആ വിഷയത്തെക്കുറിച്ച് എന്തുമാത്രം സ്ഥലങ്ങളിലാണ് ഈസാ നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള സന്ദർഭങ്ങൾ വിശദീകരിച്ചത് എന്ന് കണ്ടാൽ 1-ലധികം തവണ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ മാലാഖ കടന്നു വന്ന് മറിയമിന് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ആ മാലാഖ കടന്നു വരുമ്പോൾ ബൈത്തുൽ മഖ്ദസിന്റെ മെഹ്റാബിന്റെ മറുഭാഗത്തുള്ള ഒരു കൊച്ചുമുറിയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന മറിയം മാലാഖയുടെ മുഖത്ത് നോക്കിയിട്ട് അതൊരു മാലാഖയാണ് എന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിൽ മറിയം ബീവി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ അപരിചിതനോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു, താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ പടച്ചവനെ സൂക്ഷിക്കണം, ഞാൻ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾക്ക് കൈമാറേണ്ടുന്ന ഏറ്റവും വലിയ ഒരു തർബിയത്ത് മഹദി മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ സമീപത്തേക്ക് കടന്നു വരുമ്പോൾ എന്താണ് അയാളുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന്, എന്തിനാണ് അയാൾ വരുന്നത് എന്ന് ധൈര്യപൂർവ്വം ചോദിക്കുവാനും തൻ്റെ നിലപാട് പറയുവാനും മക്കളെ പഠിപ്പിക്കേണ്ടതിൻ്റെ ഏറ്റവും വലിയ തർബീയത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ശില മഹദി മറിയം അലൈഹിസ്സലാത്തു വസ്സലാമോട് പറയുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ, നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടുന്ന ഏറ്റവും വലിയ പാഠം അവർ സ്വായത്തമാക്കിയെടുക്കേണ്ടുന്ന ആത്മീയ വിശുദ്ധിയെക്കുറിച്ച് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വാചാലയാകുന്നുണ്ട്. അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്താൽ പടച്ചവൻ എന്നെ സംരക്ഷിക്കുമെന്നുള്ള ബോധമാണ്, ആ ബോധ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു ബോധ്യം. അത് മറ്റൊരിക്കൽ വിശദീകരിക്കപ്പെടേണ്ടുന്ന ഒന്നാണ്. മാലാഖ മറിയമിന് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ഞാൻ കടന്നു വന്നത് ഈസബിന് മറിയം എന്ന് പറയുന്ന ഈസ എന്ന് പറയുന്ന ഒരു മകനെക്കുറിച്ച് മറിയമേ നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അവനൊരു കുഞ്ഞു മാത്രമല്ല, അവൻ പ്രവാചകൻ കൂടിയായിരിക്കും. ആ സന്ദർഭത്തിൽ എല്ലാ ആശങ്കകളും മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ആ മാലാഖയുടെ മുമ്പിൽ, തനിക്കറിയാത്ത ആ രൂപത്തിൻ്റെ മുമ്പിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുക? ഇതുവരെയും എന്നെ ഒരു പുരുഷൻ പോലും സ്പർശിച്ചിട്ടില്ലല്ലോ, ഒരു പുരുഷ സ്പർശനം പോലും ഏറ്റിട്ടില്ലാത്ത ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും? അങ്ങനെ ഞാൻ എങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കും? മാലാഖ മറിയമിനോട് പറയുന്ന ഒരൊറ്റ വർത്തമാനം ഖുർആൻ പറഞ്ഞത് ഖാല കദാലിക്, അതങ്ങനെ തന്നെയായിരിക്കും എന്ന് മലക്ക് മറുപടി പറഞ്ഞു. പിതാവില്ലാതെ, നിനക്കൊരു ഇണയില്ലാതെ, നീ ഒരു പുരുഷ സ്പർശനമേൽക്കാതെ ഇതാ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഖാല കദാലിക്, അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. ആ മലക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി അത്രയേ ഉള്ളൂ, അത് സംഭവിക്കുക തന്നെ ചെയ്യും.
അങ്ങനെ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന കുഞ്ഞ് നിങ്ങൾക്ക് പ്രസവിക്കും. മറിയം അലൈഹിസ്സലാം ഗർഭം ധരിക്കുന്നുണ്ട്. മറിയമിന് പ്രസവ വേദനയുണ്ടായി. ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ മറിയം വിലപിക്കുന്നുണ്ട്. ഫഅജാഅഹൽ മഖാലു ഇലാ ജദ്ഇൻ നഖ്ലതി ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയൻ മൻസിയ. ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് പ്രസവവേദനയെ തുടർന്ന് മറിയം ബീവി വിലപിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് മറിയമിൽ അല്ലാഹു തആല ഉദ്ധരിക്കുന്നുണ്ട്. തൻ്റെ മുമ്പിലുള്ള എല്ലാ ആശങ്കകളും മുന്നിൽ വെച്ചുകൊണ്ട് അവർ ദൗർബല്യം പ്രകടിപ്പിക്കുകയാണ് ആ പ്രാർത്ഥനാ വാചകങ്ങളിലൂടെ. മലക്ക് പറയുന്നുണ്ട്, വഹുസ്സി ഇലൈകി, മലക്ക് അവരോട് പറയുന്നുണ്ട്, നിന്റെ താഴ്ഭാഗത്ത് നീ നോക്കൂ, നിന്റെ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്നുണ്ട്. നിന്റെ അടുക്കൽ ഈന്തപ്പനയുടെ മരമുണ്ടല്ലോ, അത് നീ കുലുക്കി അതിൽ നിന്ന് നിനക്ക് പാകമായ ഈത്തപ്പഴം ലഭിക്കുന്നതിന് വേണ്ടി ആ മരത്തടിയിൽ പിടിച്ച് നീ കുലുക്കൂ. മറിയം ബീവി അങ്ങനെ പ്രസവിക്കുന്നു. മറിയം പ്രസവിച്ചപ്പോൾ കന്യകയായ ദേവാലയത്തിനകത്ത് ബൈത്തുൽ മഖ്ദസിന്റെ ഉള്ളിൽ തൻ്റെ സഹോദരി, തൻ്റെ മാതാവിൻ്റെ സഹോദരി ഭർത്താവ് സക്കരിയയുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ആ പെൺകുട്ടി ഗർഭം ധരിക്കുന്നു. ഒരു പുരുഷന്റെ സ്പർശനമില്ലാതെ. അവരെങ്ങനെയാണ് പ്രസവിച്ചത്? സമൂഹത്തിൽ വലിയ ഒച്ചപ്പാടും കോലാഹലങ്ങളും ഉണ്ടായി. അതിന് നേതൃത്വം കൊടുത്തത് യഹൂദികളായിരുന്നു, ജൂതന്മാരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ സമൂഹം അവരുടെ അടുക്കൽ വന്നു. വബികുഫ്രിഹിം വഖൗലിഹിം അലാ മർയമ ബുഹ്താനൻ അളീമ. അവരുടെ നിഷേധം കൊണ്ട്, അവരുടെ വാക്കുകളിലൂടെ അവർ മറിയമിന്റെ മേൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി എന്ന് വിശുദ്ധ ഖുർആൻ. മറിയമിന്റെ ഗർഭത്തെക്കുറിച്ച് അവർ സംശയം പ്രകടിപ്പിച്ചു. യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. അവർ മറിയമിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ പിതാവ് നല്ല മനുഷ്യനായിരുന്നല്ലോ മറിയം, നിന്റെ മാതാവ് ഒരു ദുർനുടപ്പുകാരിയാണ് എന്ന് ഞങ്ങളുടെ സമൂഹത്തിൽ അറിയപ്പെടാത്ത വിശുദ്ധയായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നല്ലോ, നിനക്കിതെന്തു പറ്റി? യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. നിനക്കിതെന്തു പറ്റി? അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടിലിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാണ് അടുത്ത ഭാഗം. ആ കുഞ്ഞവരോട് പറയുന്നത്, ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ. ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണ്, അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. എപ്പോഴാണ് ആ കുഞ്ഞ് പറയുന്നത്? തൊട്ടിലിൽ കിടന്നുകൊണ്ട്. തൊട്ടിലിൽ കിടക്കുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണ്, എനിക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമസ്കാരം നിർവഹിക്കണമെന്നും സകാത്ത് നൽകണമെന്നും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന കുഞ്ഞ് സംസാരിക്കുകയാണ്. എല്ലാ ആരോപണങ്ങളുടെയും മുനയൊടിക്കുകയാണ്, എല്ലാ ആരോപണങ്ങളെയും മുള്ളോളം നുള്ളുകയാണ്. തൊട്ടിലിൽ കിടന്ന് വാചാലമായി സംസാരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വാക്കുകൾ എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിക്കാൻ കഴിയും. തൊട്ടിലിൽ കിടന്ന കുഞ്ഞ് സംസാരിച്ചതോടുകൂടി യഹൂദികളെ സംബന്ധിച്ചിടത്തോളം പിന്മാറുക എന്നത് മാത്രമേ അവരുടെ മുമ്പിൽ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. അവരത് അംഗീകരിച്ചു. മറിയം വിശുദ്ധയാണ്, ഈസ അള്ളാഹുവിൻ്റെ നബിയാണ്, അതിൻ്റെ ദൃഷ്ടാന്തമാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നവർ അംഗീകരിക്കാൻ തയ്യാറായി. പക്ഷെ പിന്നീട് ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ 30 വയസ്സുവരെയുള്ള ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിത കാലഘട്ടത്തിൽ യഹൂദരിൽ നിന്ന് ഒരു തരത്തിലുള്ള വെല്ലുവിളിയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ചെറുപ്പക്കാരൻ ആ സന്ദർഭത്തിൽ നേരിട്ടിട്ടില്ല. 30 വയസ്സിന് ശേഷമാണ് അവരുടെ വെല്ലുവിളികളും വിയോജിപ്പുകളും എതിർപ്പുകളും അതിശക്തമായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് നേരെ വരുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുഃഖവെള്ളിയുടെ ദിവസത്തിലെ നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ആ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ആ പ്രവാചകൻ താൻ പണിയെടുത്തുകൊണ്ടിരുന്ന സമൂഹത്തിൻ്റെ ജീർണതകൾക്കെതിരെ, ആ സമൂഹത്തിലെ അഴുക്കുകൾക്കെതിരെ, മാലിന്യങ്ങൾക്കെതിരെ സംസാരിക്കൽ ആ പ്രവാചകന്റെ ബാധ്യതാ നിർവഹണത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ പ്രബോധന ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള ഇടമാണ്.
അദ്ദേഹം ആദ്യം കൈവച്ചത് അവിടുത്തെ പൗരോഹിത്യത്തിന്റെ ശിരസിലാണ്. സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ടുന്ന പുരോഹിതന്മാർ, ആ പുരോഹിതന്മാർക്കെതിരെ അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വന്നു, അദ്ദേഹത്തിന് ശബ്ദം ഉയർത്തേണ്ടി വന്നു. ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈസാ നബിയുടെ ആ സമൂഹത്തിലെ വർത്തമാനത്തെക്കുറിച്ച് ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് വർത്തമാനങ്ങൾ അദ്ദേഹം പുരോഹിതന്മാരെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഒന്നാമത്തെ വർത്തമാനം, അല്ലയോ പൗരോഹിത്യം, നിങ്ങൾ വെള്ളപൂശപ്പെട്ട കബറിടങ്ങൾ പോലെയാണ്. പുറമേക്ക് വളരെ സുന്ദരമാണ്, പുറമേക്ക് ആകർഷകമാണ്, പുറമേക്ക് മോടിയുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങേയറ്റത്തെ ജീർണതകളും കുടിലതകളും കുടികൊള്ളുന്നുണ്ട്. പുരോഹിതന്മാരെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു വർത്തമാനം അങ്ങനെയാണ്. സമകാലിക ക്രൈസ്തവ പാതിരിമാരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ തീവ്രതയും വർഗീയതയും ഒക്കെ അവർ വിസർജിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചകൾ നമ്മൾ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്, ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പൗരോഹിത്യത്തിനെതിരെ തൻ്റെ നാവ് പടവാളാക്കിക്കൊണ്ട് അദ്ദേഹം സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്നു. കണ്ണിൽ കോലിരിക്കുന്നവൻ കരടിരിക്കുന്നവനെ കളിയാക്കുന്നു എന്ന് അദ്ദേഹം പൗരോഹിത്യത്തെ വിമർശിക്കുന്നുണ്ട്. കണ്ണിൽ കോല് തന്നെയും തറച്ചിരിക്കുന്ന മനുഷ്യർ അത് കാണാതെ അപരന്റെ വളരെ നിസാരമായ ന്യൂനതകൾക്ക് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നതിനെ ചൊല്ലി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം വിമർശിച്ചു. നിങ്ങൾ പുരോഹിതന്മാർ വിധവകളുടെ വീടുകളിൽ ദീർഘമായി പ്രാർത്ഥിക്കുന്നു എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിമർശനം ഉന്നയിച്ചു. പ്രാർത്ഥന യഥാർത്ഥത്തിൽ വിമർശന വിധേയമാക്കേണ്ടതില്ല. പക്ഷേ വിധവകളുടെ വീടുകളിൽ ദീർഘമായി പ്രാർത്ഥിക്കുന്ന പുരോഹിതന്മാരെ അദ്ദേഹം വെല്ലുവിളിക്കുന്നത് ആ പുരോഹിതന്മാരുടെ പ്രാർത്ഥനകൾക്ക് പിന്നിലുള്ള ചില ജീർണിച്ചഴുകിയ കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്നതുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പൗരോഹിത്യത്തിന്റെ തലയെറുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആദ്യമായി ഒച്ചവെച്ചത്. കിണ്ടിപ്പിഞ്ഞാനങ്ങളുടെ പുഴം നിങ്ങൾ വൃത്തിയാക്കുന്നു, അകമേ അത് ദുഷിച്ച് ദുർഗന്ധപൂരിതമാണ് എന്ന് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഏതൊരു കാലഘട്ടത്തിലും സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന ആളുകളാണ് ആ സമൂഹത്തിലെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും എന്ന് പറയുന്നത്. ആ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജീർണിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കെ സമൂഹത്തെ തിന്മകളിൽ നിന്ന് കൈപിടിച്ചു മാറ്റുന്നില്ല എങ്കിൽ ദുനിയാവിന് വേണ്ടി ജീവിച്ച് തീർക്കുന്നവരാണ് ആ പണ്ഡിതന്മാരെങ്കിൽ അവരെ വിമർശിക്കാതിരിക്കാൻ ഒരു പ്രവാചകന് സാധ്യമല്ല. ഒരു പ്രവാചകന്റെ പിന്മുറക്കാർക്കും അതിന് സാധ്യമല്ല. അദ്ദേഹം പൗരോഹിത്യത്തിനെതിരെ പടപൊരുതി. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യാ ഉലമ അസ്സു, ദുഷിച്ച പണ്ഡിതരെ, ജഅൽതുമുദ്ദുനിയ അല റൂസിക്കും, നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിനെ നിങ്ങൾ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നു. വൽ ആഖിറത തഹ്ത അഖ്ദാമിക്കും, പരലോകത്തെ നിങ്ങൾ നിങ്ങളുടെ കാലിന്റെ ചുവട്ടിലിട്ട് ചവിട്ടുന്നു. ഖൗലുക്കും ശിഫാഉൻ വഅമലുക്കും ദാ, നിങ്ങളുടെ വർത്തമാനം ഔഷധമാണ്, പക്ഷേ വഅമലുക്കും ദാഉൻ, നിങ്ങളുടെ പ്രവർത്തനം ക്യാൻസറിനേക്കാൾ ഭീകരമാണ്. മിസ്ലുക്കും മസലുക്കും മസലു ഷജറത്തു ദുഫ്ല തഅജബു മൻ റആഹ വതഖ്തുലു മൻ അകലഹ. കണ്ടാൽ വളരെ മനോഹരമായ ഒരു വൃക്ഷത്തെ പോലെ, പക്ഷേ ആ വൃക്ഷത്തിന്റെ കായ്കൾ വിഷം വമിക്കുന്നതും വിഷം തിണ്ടുന്നതുമാണ് എന്നറിയാതെ ആ വൃക്ഷത്തിന്റെ സൗന്ദര്യത്തിൽ സ്വാധീനിക്കപ്പെട്ടു പോയ ആളുകളെ പോലെയാണ് നിങ്ങൾ. നിങ്ങളുടെ സ്വഭാവം ആ അർത്ഥത്തിൽ വൃക്ഷത്തിന് സമാനമാണ് എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുനിയാവിനെ തലയ്ക്ക് മുകളിൽ ചുമന്നുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു. ഇന്ന് മുസ്ലിം സമൂഹത്തിലടക്കം ദുനിയാവിനെ തലയ്ക്ക് മുകളിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗരോഹിത്യത്തെ നമുക്കും കാണാൻ കഴിയും. വിശേഷിച്ച് മുസ്ലിം സമുദായത്തിൽ പണ്ഡിതന്മാരും വേഷധാരികളും പുരോഹിതന്മാരും ഈ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് അവർ നയിക്കുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വേദന തോന്നുകയും പറയാതിരിക്കാനും കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനും നിർവാഹമില്ലാത്ത പല കാഴ്ചകളും നമ്മുടെ സമൂഹത്തിലെ പണ്ഡിത കാഴ്ചകളിൽ പണ്ഡിതന്മാരുടെയും പൗരോഹിത്യത്തിൻ്റെയും മുന്നിൽ നിന്ന് നയിക്കുന്ന അവരുടെ ജീവിതത്തിൽ പോലെ നമുക്ക് കാണാൻ കഴിയും. അതാണല്ലോ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നത് ഒരു പഴയ വീഡിയോ ആണെന്നെങ്കിൽ പോലും ഈ പ്രശ്നാന്തരീക്ഷത്തിൽ ആ വീഡിയോ ക്ലിപ്പ് ഉയർന്നു വന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. മുസ്ലിം സമൂഹം എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു, എന്തുകൊണ്ട് മുസ്ലിം സമൂഹം പ്രതിസന്ധിയിൽ അകപ്പെടുന്നു എന്നതിനെക്കുറിച്ചൊരു പണ്ഡിതൻ പറഞ്ഞത് അവർ നമസ്കാരമില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് നമസ്കാരമില്ലാത്ത ആളുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പടച്ചവൻ ഇറക്കിക്കൊടുത്തതാണ്. ഗുജറാത്തിലെ കലാപത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി റബ്ബ് ഇറക്കിക്കൊടുത്തതാണ് സംഘപരിവാർ എന്ന്
വിസർജിക്കുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ പണ്ഡിത ദൗത്യം നിർവഹിക്കേണ്ടുന്ന ഇടത്ത് യാചിച്ചുകൊണ്ട് തിട്ടൂരങ്ങൾക്ക് മുമ്പിൽ, അവരുടെ മുമ്പിൽ യാചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പണ്ഡിതന്റെ ഒരു ക്ലിപ്പ് നമ്മൾ കാണുകയുണ്ടായി. തലയിൽ ദുനിയാവിനെ ചുമക്കുകയും കാൽച്ചുവട്ടിൽ പരലോകത്തെ കണക്കാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ വാക്കുകൾ കേട്ടാൽ സിദ്ധൌഷധമാണ് എന്ന് തോന്നിപ്പോകും. അവരുടെ വാക്കുകളിൽ വലിയ ആശ്വാസമുണ്ട്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അത് വലിയ രോഗമാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം അവരെ കീഴടക്കുന്ന ശബ്ദമായിരുന്നു. ഉലമാ അസ്സൂ ജലസ്തും അലാ അബ്വാബിൽ ജന്നത്തി ഫലാ തദ്ഖുലൂനഹ. അല്ലയോ ദുഷിച്ച പൗരോഹിത്യമേ, നിങ്ങൾ സ്വർഗത്തിന്റെ വാതിലുകളിൽ നിങ്ങൾ അടഞ്ഞിരിക്കുന്നു. വലാ തദഊനൽ മസാകീന യദ്ഖുലൂനഹ. പാവങ്ങളെ സ്വർഗത്തിലേക്ക് കയറ്റാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി ആലിമുൻ യത്ലുബുദ് ദുനിയാ ബിഇൽമിഹി. തന്റെ ജ്ഞാനം കൊണ്ട് ദുനിയാവിലെ ലക്ഷ്യമാക്കുന്നവനാണ് ഈ ഭൗമലോകത്തെ ഏറ്റവും ദുഷിച്ച മനുഷ്യൻ എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. സ്വർഗത്തിന്റെ വാതിലുകളിൽ നിങ്ങൾ അവിടെ കൂടിയിരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ അടഞ്ഞുകൂടിയിരിക്കുന്നത് കൊണ്ട് മറ്റുള്ള മനുഷ്യരെ സ്വർഗത്തിൽ കയറ്റാൻ നിങ്ങൾ വലിയ പൊതുശല്യമായി മാറിയിരിക്കുന്നു എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഒരു സമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്ന പൗരോഹിത്യത്തെ ചൂണ്ടിക്കൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാം രംഗപ്രവേശനം ചെയ്യുന്നത്. അങ്ങനെ ഒരു പണ്ഡിത സമൂഹം കഴിഞ്ഞുപോയി. ആ പുരോഹിത സമൂഹത്തെ കൈകാര്യം ചെയ്യേണ്ടി വന്നപ്പോഴാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നത്. അവിടെയാണ് അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിക്കുന്നത്, കുരിശിൽ തറയ്ക്കാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹം കുരിശിൽ തറയ്ക്കപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യം അവിടെ ഇരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ടില്ല. വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയമ റസൂലല്ലാഹ് വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും വഇന്നൽ ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻ മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ല ഇത്തിബാഉൽ ളന്നി വമാ ഖതലൂഹു യഖീന. അല്ലാഹുവിൻ്റെ റസൂൽ ഈസ ഇബ്നു മറിയമിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറയുന്നു. അവർക്കത് വലിയ അഭിമാനമാണ്, ഒരു പ്രവാചകനെ ഞങ്ങൾ കൊന്നു എന്ന് പറയുന്നത്. അവരെന്തോ മഹാകർമ്മം നിർവഹിച്ചതുപോലെ ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഈസയെ കൊന്നു എന്നാണ് അവർ പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, അവരദ്ദേഹത്തെ കുരിശിലേറ്റിയിട്ടുമില്ല. പക്ഷേ അവരുടെ മുമ്പിൽ വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് സദൃശ്യമാക്കപ്പെട്ടു, അവർക്ക് കൺഫ്യൂഷൻ ആക്കപ്പെട്ടു. എങ്ങനെ അവരെ സദൃശ്യമുള്ളവരാക്കപ്പെട്ടു? നിരവധി അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബൈബിളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുരിശിൽ തറച്ചതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിലാണ്, അല്ലെങ്കിൽ ആ സന്ദർഭങ്ങളിലാണ് ബൈബിളിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും ഉള്ളത് എന്ന് നമുക്ക് കാണാം. അദ്ദേഹത്തിന് കുരിശിൽ തറച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് ബൈബിളിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്. ഈസാ നബിയെ കുരിശിൽ തറച്ചിട്ടില്ല, അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല. പക്ഷെ അവരുടെ മുമ്പിൽ അദ്ദേഹത്തെ സാദൃശ്യമുള്ളതാക്കപ്പെട്ടു എന്ന് ഖുർആൻ. റോമൻ പട്ടാളം അദ്ദേഹത്തെ ഓടിക്കുകയാണ്. ഇസ്കന്ദർ യൂദ അദ്ദേഹത്തെ ഒറ്റുകൊടുക്കുന്നു. നമ്മൾ അന്ത്യാത്താഴം എന്നൊക്കെയുള്ള സംഗതിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടുമുണ്ട്. യൂദാസ് അദ്ദേഹത്തെ ഒറ്റുകൊടുത്തു. അങ്ങനെ യൂദ കൊടുത്ത നിർദ്ദേശപ്രകാരം റോമൻ പട്ടാളക്കാർ അദ്ദേഹത്തെ ഓടിച്ച് കുരിശിൽ തറയ്ക്കാൻ തീരുമാനിക്കുന്നു. കുരിശ് അവർ തയ്യാറാക്കി വെച്ചു, തറയ്ക്കാൻ, ക്രൂശിക്കാൻ എന്നത് ശരിയാണ്. റോമൻ പട്ടാളം ഓടിച്ച് അദ്ദേഹം ഒരു മലമുകളിലേക്ക് കയറി. ആ മലമുകളിൽ ഒരു കുടിലിൻ്റെ അകത്തേക്ക് അദ്ദേഹം കയറിയപ്പോൾ അദ്ദേഹം കുടിലിൽ കയറിയിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി യൂദയും അതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അല്പം കഴിഞ്ഞ് ഇസ്കന്ദർ യൂദ പുറത്തേക്ക് വന്ന് അദ്ദേഹം പറഞ്ഞു, ഈസയെ കാണുന്നില്ല, ഈസയെ ഞാൻ ഗുഹയിൽ കയറി നോക്കിയിട്ട് കണ്ടില്ല, എത്ര പരതിയിട്ടും കാണുന്നില്ല എന്ന് പറഞ്ഞിറങ്ങുന്ന യൂദയെ ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാം. ആ യൂദാസിനെ ഈസാ നബിയുടെ രൂപമാക്കി മാറ്റപ്പെട്ടു എന്ന് ചരിത്രഗ്രന്ഥങ്ങളിൽ ചിലയിടങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇറങ്ങി വരുന്നത് ഈസയാണ് എന്ന് ധരിച്ച് അദ്ദേഹത്തെ വധിക്കാൻ പട്ടാളക്കാർ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ യൂദയെ കുരിശിൽ തറച്ചു എന്നതാണ് ചരിത്രങ്ങളിൽ നിന്ന്, വിശുദ്ധ ദീനുൽ ഇസ്ലാം, വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അങ്ങനെയാണ് കുരിശിൽ കിടന്ന് യൂത കരഞ്ഞ ആ കരച്ചിലിനെ കുറിച്ച് ഏലേഹി ഏലേഹി ലമ്മാ സബക്തനി, എൻ്റെ ദൈവമേ എന്നെ നീ കൈവിട്ട് കളഞ്ഞല്ലോ എന്ന് പരിതപിച്ചുകൊണ്ട് യൂത കരയുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രവാചകനും കുരിശിൽ തറച്ചതിൻ്റെ പേരിൽ, പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ മുമ്പിൽ യാചിച്ച് അങ്ങനെ വിലപിക്കുന്ന ഒരു ചരിത്രവും പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. മഹാന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ അഗ്നികുണ്ഡാരത്തിലേക്ക് എടുത്ത് വലിച്ചെറിയപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രധ്വനി ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വകീൽ നിഅ്മൽ മൗലാ വ നിഅ്മൻ നസീർ, വളരെ സ്ഥൈര്യപൂർവ്വം ഇസ്തിഖാമത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ആ പരീക്ഷണത്തെ തരണം ചെയ്യുന്നത് പടച്ചവനുള്ള ഉറച്ച തവക്കുലിലായിരുന്നു, വിലാപത്തിന്റെ കരച്ചിലായിരുന്നില്ല പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയത്. ബൈത്തുൽ മഖദ്ദസ് അതിജയിച്ച് കടന്നു വരുന്ന നെബൂഖദ്നസർ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കടന്നു വരുമ്പോൾ ഈ ബൈത്തുൽ മഖദ്ദസിന്റെ ഉള്ളിൽ ഹൈക്കൽ സുലൈമാനി എന്ന് പറയുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടാക്കി വെച്ച ഒരു ഭാഗമുണ്ട്. അവിടെ വലിയൊരു അസ്ത്രം ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ യഹൂദികളോട് ഇതെന്താണ് ഈ അസ്ത്രം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇവിടെ വെച്ചായിരുന്നു ഞങ്ങൾ മഹാനായ സക്കരിയ അലൈഹിസ്സലാമയെ കൊന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സക്കരിയെ കൊന്നുകളഞ്ഞത്, അദ്ദേഹത്തിന്റെ എതിർപ്പുകൾ അസഹ്യമായപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്ന് അവിടുത്തെ അസ്ത്രം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വരച്ചു വെച്ച് അത് വലിയ അഭിമാനത്തോടുകൂടി നടന്നവരാണ് യഥാർത്ഥത്തിൽ ആ സമൂഹം. അവർ പറയുന്നത് ഞങ്ങൾ സക്കരിയെ കൊന്നു എന്നാണ്. യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്മാരെ കൊല്ലാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സമൂഹമാണ്. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ കൊന്നവരുടെ പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ ആ സമൂഹത്തിനുള്ളത്. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ വിധി മറിച്ചൊന്നായി ഈസയെന്ന് കരുതി അവർ യൂദയെ കൊന്നു എന്നതാണ് പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുന്നത്. യഹ്യ അലൈഹിസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജാവിനെ വിമർശിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വന്തം സഹോദരന്റെ മകളെ വിവാഹം കഴിക്കാൻ ആ രാജാവ് ആഗ്രഹിച്ചത് മാത്രമേ ഉള്ളൂ. അത് പാടില്ല, അള്ളാഹുവിന്റെ നിയമത്തിനെതിരാണ്, വിരുദ്ധമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് കാമുകി ആവശ്യപ്പെട്ടപ്പോൾ കാമുകിക്ക് വേണ്ടി യഹ്യ അലൈഹിസ്സലാമയുടെ തല അയർത്ത് താലത്തിൽ സമർപ്പിച്ചു കൊടുത്തു എന്ന ഒരു ചരിത്രം യഹ്യ അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ ആത്മാഭിമാനത്തോടു കൂടി പറയും, യഹ്യ പ്രവാചകനെ ഞങ്ങൾ കൊന്നുവെന്ന്. യിരെമ്യാവ് പ്രവാചകനെ അവർ കല്ലെറിഞ്ഞാണ് കൊന്നത്. ഒരുപാട് പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞു അവർ, ഒരുപാട് പ്രവാചകന്മാരെ കൈകാര്യം ചെയ്തു അവർ. പക്ഷെ ഒരൊറ്റ പ്രവാചകന്മാർ പോലും, ആ സമൂഹം അവരെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോഴും അല്ലാതെ ക്രൂശിച്ച് പല തരത്തിൽ കൊല്ലുന്ന സന്ദർഭത്തിലും പ്രവാചകന്മാരെ തലയെറുത്ത് കൊല്ലുമ്പോൾ പോലും ഒരു പ്രവാചകന്മാർ പോലും വിലപിച്ചിട്ടേയില്ല എന്ന് അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മർയം റസൂലല്ലാഹ് വമാ ഖതലുഹു വമാ സലബു. വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പറയുന്നു, അവർ ഒരിക്കലും ഈസയെ കൊന്നിട്ടില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് സദൃശ്യമാക്കപ്പെട്ടു. വ ഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻ, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ അഭിപ്രായാന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ സംശയങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്കൊരു പരിജ്ഞാനവുമില്ല. ഇല്ലത്തിബാഉൽ ദന്നി, ഏതെങ്കിലും ഊഹാപോഹങ്ങളെ പിൻപറ്റുക എന്നതല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊരു ന്യായവുമില്ല. ബർറഫഅഹുല്ലാഹു ഇലൈ, മറിച്ച് അല്ലാഹു അദ്ദേഹത്തെ ഉയർത്തിയിരിക്കുന്നു. വകാനല്ലാഹു അസീസൻ ഹകീമ, അല്ലാഹു അങ്ങേയറ്റത്തെ പ്രതാപിയും യുക്തിഭദ്രതയുള്ളവനുമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുരിശിൽ തറച്ചു എന്നതോ ഈസാ നബിയുടെ അന്ത്യ അത്താഴം എന്നുള്ളതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് സഹോദര സമുദായങ്ങൾ, അവരുടെ സമുദായത്തിൽപ്പെട്ട ക്രൈസ്തവ സമൂഹം അവരുടെ പെസഹാ വ്യാഴവും അവരുടെ ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ ആ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഊഹത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ വൈകൃതങ്ങൾ വെച്ചു പുലർത്തുമ്പോഴും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ സുവ്യക്തമായ ഒരു നിലപാട് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു എന്നതാണ് ഞാനിവിടെ പാരായണം ചെയ്യപ്പെട്ട ആയത്തിൽ നിന്ന് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, വിശിഷ്യ ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ, വേദഗ്രന്ഥം നൽകപ്പെട്ട പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വളരെ വ്യക്തമായി മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട്. അവരൊക്കെയും കൃത്യമായി അവരുടെ ആശയ നിർവഹണം,
അവർ നടത്തിയതിൻ്റെ പേരിൽ, അവിടുത്തെ ദൗത്യ നിർവഹണം നടത്തിയതിൻ്റെ പേരിൽ, സമൂഹത്തിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെ തല ഉയർത്തിയതിൻ്റെ പേരിൽ കൊന്നുകളഞ്ഞ പ്രവാചകന്മാരൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ മറിച്ചൊന്നാണ് സംഭവിച്ചത്. പൗരോഹിത്യത്തെ ഏറ്റവും കൂടുതൽ വിമർശിച്ചു എന്നതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പ്രതിസ്ഥാനീയനായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അൻതും മിൽഹുൽ അർളി വലാകിൻ ഇൻ ഫസദൽ മിൽഹു ഫബിമാദാ യുമല്ലിഹ് ലാ യസ്ലുഹു ബഅദഹു ലിശൈഇൻ. നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പാണ്, ആ ഉപ്പ് തന്നെ കേടായി കഴിഞ്ഞാൽ അതിനെ നന്നാക്കാൻ വേറെ മരുന്നില്ല എന്ന് പറഞ്ഞത് സാക്ഷാൽ ഈസാ അലൈഹിസ്സലാമയാണ്. അവർക്കെതിരെ നിരന്തരമായി വിമർശനം ഉന്നയിച്ചു കൊണ്ടിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പലിശയ്ക്കെതിരെ അദ്ദേഹം ശക്തമായി പോരാടുന്നുണ്ട്. ജെറുസലേം ദേവാലയത്തിന്റെ അകത്ത് ആഞ്ഞടിച്ച ചാട്ടവാറിന്റെ ശബ്ദം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരൊറ്റത്തവണ മാത്രമേ ആ ദേവാലയത്തിൽ നിന്ന് ചാട്ടവാറിന്റെ ശബ്ദമുയർന്നുള്ളൂ. ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പലിശക്കാരായ പുരോഹിതന്മാരെ പള്ളിയിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയാണ് ആ ഒരു ശബ്ദമുണ്ടായത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. മഹാനായ ഈസാ നബി അലൈഹി സ്വലാം സൗമ്യമായ ഒരു ഭാവത്തിന്റെ ഉടമയാണ്. പക്ഷെ എന്നിട്ട് പോലും പൗരോഹിത്യത്തിനെതിരെയും സാമ്പത്തികമായ കൃത്രിമത്വങ്ങൾക്കിടയും എതിരെയും അദ്ദേഹം വളരെ കൃത്യമായി സമൂഹത്തിൽ തല ഉയർത്തി നിന്നു എന്നതാണ് അദ്ദേഹം പ്രതിസ്ഥാനീയനാവാൻ, അദ്ദേഹത്തെ കുരിശിലേറ്റുവാൻ വേണ്ടിയുള്ള ശ്രമം അവർ നടത്തിയതും അത് പാളിപ്പോവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും ചെയ്തത് എന്നതാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച്, പ്രവാചകന്മാരെ കുറിച്ച് മുസ്ലിം ഉമ്മത്ത് വെച്ച് പുലർത്തുന്ന വിശ്വാസം എന്ന് പറയുന്നത് അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. അള്ളാഹുവിൻ്റെ തീരുമാനത്തിനനുസരിച്ച് ഓരോ കാലഘട്ടങ്ങളിൽ ആ സമൂഹത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി കടന്നു വന്ന പ്രവാചകന്മാരാണ്. ആ പ്രവാചകൻ എന്ന അർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഏറ്റവും വിശിഷ്ടമായ സ്ഥാനവും പദവിയുമാണ് മുസ്ലിം ഉമ്മത്ത് നൽകിയിട്ടുള്ളത്, അവർ നൽകിപ്പോരുന്നത് എന്ന ആ ഒരു വിശ്വാസം നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. പൗരോഹിത്യത്തിൻ്റെ വൈകൃതങ്ങൾ അത് മുസ്ലിം സമൂഹത്തിലാണെങ്കിലും ഇതര സമൂഹത്തിലാണെങ്കിലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ പാത എന്ത് എന്ന്, പ്രവാചകന്മാർ സമൂഹത്തിന് പകർന്നതെന്ത് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുവാനും ആ അർത്ഥത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനും വിശ്വാസത്തെ എല്ലാ തരത്തിലുള്ള അപജയങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുവാനുമുള്ള വലിയ ഉത്തരവാദിത്വം മുസ്ലിം ഉമ്മത്തിനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ പ്രവാചകന്മാരെ ആദരിക്കാൻ, പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യാൻ, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ, ഇസ്സത്തോടുകൂടി യഥാർത്ഥ മുസ്ലിമായി മരണം പുൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.